വടക്കംപുളിയാണ്. സീസണൊക്കെ തീരാതായി എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പുളി നിൽപ്പുണ്ട്. താഴെ വീണ പുളികളൊക്കെ പറക്കി എടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി എടുക്കണം. മണ്ണും ചെളിയൊക്കെ ഉണ്ടാകും. 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അത് നല്ല ജോലിയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് പൊളിച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിൻ്റെ വിത്തുകളൊക്കെ മാറ്റിയെടുക്കുക. അതെല്ലാം പുറത്തേക്ക് മാറ്റി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് ഇതിലുകളായിട്ട് എടുത്താൽ മതി. ചിലപ്പോൾ ചിലത് വലിയ ഇതികളായിരിക്കും. അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. പൂർണ്ണമായിട്ടും അരിഞ്ഞു. ഇനി അത് ഉപ്പ് ചേർത്ത് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. 4-5 ദിവസം ഉണങ്ങേണ്ടി വരും. നല്ല വെയിലത്ത് വേണം അത് ഉണക്കിയെടുക്കാനായിട്ട്. ഉണക്കിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. നല്ലതുപോലെ ഉണങ്ങണം. അങ്ങനെ 5 ദിവസം കൊണ്ട് ഉണങ്ങിയ കൊടംപുളി അല്ലെങ്കിൽ വടക്കംപുളി എന്നറിയപ്പെടുന്ന സാധനമാണ്. അതിനകത്ത് വെളിച്ചെണ്ണ തേച്ച് വെച്ചിരിക്കുകയാണ് കേടാകാതിരിക്കാനായിട്ട്. ഇനി ഇത് ഉപയോഗയോഗ്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പല വീടുകളിലും ഇത് ഈ മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്.